എല്ലാവർക്കും നമസ്കാരം. ഈദ് മുബാറക്. ഇംഗ്ലീഷ് എങ്ങനെ മലയാളത്തിൽ പഠിക്കാം എന്നുള്ള നമ്മുടെ 28ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നിയമം എന്ന് നോക്കാം. ആദ്യം വില്ലെന്ന് എഴുതണം, അതിൻ്റെ കൂടെ പ്ലസ് കർത്താവ് ആരാണോ അത് എഴുതുക, അതിൻ്റെ കൂടെ വെർബ് എഴുതുക. വിൽ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. വെർബ് പ്രസന്റ് ടെൻസ് ing ഫോം വേണ്ട. വിൽ യു കം, നീ വരുന്നുണ്ടോ അല്ലെങ്കിൽ നീ വരുമോ. വിൽ യു കം, വില്ല് ആദ്യം വെച്ചു, പിന്നെ സബ്ജക്റ്റ്, പിന്നെ വെർബ്. വിൽ യു കം. വിൽ ഷീ കോൾ മീ, വിൽ ഷീ കോൾ മീ, അവൾ എന്നെ വിളിക്കുമോ. വിൽ ഷീ കം, അവൾ വരുമോ. വിൽ ഇറ്റ് റെയിൻ ടുമാറോ, നാളെ മഴ പെയ്യുമോ. വിൽ ഇറ്റ് റെയിൻ ടുമാറോ. വിൽ ദേ ഹെൽപ്പ് us, വിൽ ദേ ഹെൽപ്പ് us, അവർ നമ്മളെ സഹായിക്കുമോ. വിൽ ദേ ഹെൽപ്പ് us. ഇനി നമ്മൾ സാധാരണ പരീക്ഷിക്കാൻ ചോദിക്കാറുള്ളത് വിൽ ഐ പാസ് ദ എക്സാം, വിൽ ഐ പാസ് ദ എക്സാം, ഞാൻ പരീക്ഷ ജയിക്കുമോ, ഞാൻ പരീക്ഷ ജയിക്കുമോ. വാട്ട്, വെൻ, വിച്ച്, വേർ, ഹൗ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം ക്വസ്റ്റ്യൻ ഫോം ഏതാണോ അത് വയ്ക്കും, അതിനുശേഷം വില്ല് വയ്ക്കും, പിന്നെ സബ്ജക്റ്റ്, പിന്നെ വെർബ്. നമുക്ക് ഉദാഹരണത്തിലേക്ക് കിടക്കാം. വാട്ട് വിൽ യു ഡു, നീ എന്ത് ചെയ്യും. വാട്ട് വിൽ യു ഡു, നമ്മളിത് സ്ഥിരം ചോദിക്കുകയാണ്, നീ എന്താ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതാണ് വാട്ട് വിൽ യു ഡു. വേർ വിൽ ഷീ ഗോ, വേർ വിൽ ഷീ ഗോ, അവൾ എവിടെ പോകും, അവൾ എവിടെ പോകും. വേർ വിൽ ഷീ ഗോ. വെൻ വിൽ ദ ട്രെയിൻ അറൈവ്, വെൻ വിൽ ദ ട്രെയിൻ അറൈവ്, ട്രെയിൻ എപ്പോഴാണ് എത്തുക. വെൻ വിൽ ദ ട്രെയിൻ അറൈവ്. വൈ വിൽ ദേ ബി ലേറ്റ്, അവരെന്താണ് വൈകുന്നത്. വൈ വിൽ ദേ ബി ലേറ്റ്. ഹൂ വിൽ ടീച്ചേഴ്സ്, നമ്മളെ ആരെ പഠിപ്പിക്കുക. ഹൂ വിൽ ടീച്ചേഴ്സ്, നമ്മളെ ആര് പഠിപ്പിക്കും. ഹൗ വിൽ യു ഗോ ടു തൃശ്ശൂർ, ഹൗ വിൽ യു ഗോ ടു തൃശ്ശൂർ, നീ എങ്ങനെയാണ് തൃശ്ശൂർ പോവുക. വിൽ ദ ബസ് കം ഓൺ ടൈം, വിൽ ദ ബസ് കം ഓൺ ടൈം, ബസ് സമയത്തിന് എത്തുമോ. വിൽ ദ ബസ് കം ഓൺ ടൈം. നമ്മൾ സാധാരണ ആരുടെയും ചോദിക്കും, നീ നാളെ ഫ്രീ ആണോ. വിൽ യു ബി ഫ്രീ ടുമാറോ, വിൽ യു ബി ഫ്രീ ടുമാറോ, നീ നാളെ വെറുതെ ഇരിക്കുകയാണോ. വിൽ യു ബി ഫ്രീ ടുമാറോ, നാളെ നിനക്ക് സൗകര്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കില്ല. വാട്ട് ടൈം വിൽ യു റീച്ച്, വാട്ട് ടൈം വിൽ യു റീച്ച്, നീ ഏത് സമയത്താണ് എത്തുക, നീ എപ്പോഴാണ് എത്തുക. വാട്ട് ടൈം വിൽ യു റീച്ച്. വിൽ ഷീ മീറ്റ് മീ അറ്റ് ആലുവ, വിൽ ഷീ മീറ്റ് മീ അറ്റ് ആലുവ, അവൾ എന്നെ ആലുവയിൽ കണ്ടുമുട്ടുമോ. വിൽ ഷീ മീറ്റ് മീ അറ്റ് ആലുവ. ഹൗ മച്ച് വിൽ ഇറ്റ് കോസ്റ്റ്,
ഇതിന് എത്ര വില വരും? ഹൗ മച്ച് വിൽ ഇറ്റ് കോസ്റ്റ്? ഇതിന് എത്ര വില വരും? നെഗറ്റീവ് സെന്റൻസ് വരുമ്പോൾ വിൽ നോട്ട് എന്ന് പറയുമ്പോൾ വോണ്ട് ആണ് വരിക. വിൽ നോട്ട് എന്ന് പറയുമ്പോൾ വോണ്ട്. ഓക്കെ, വോണ്ട് യു കം വിത്ത് മീ? നീ എൻ്റെ കൂടെ വരില്ലേ? വോണ്ട് യു കം വിത്ത് മീ? നീ എൻ്റെ കൂടെ വരില്ലേ? വൈ വോണ്ട് ഷീ ടോക്ക് ടു മീ? അവൾ എന്തുകൊണ്ട് എന്നോട് മിണ്ടുന്നില്ല? വൈ വോണ്ട് ഷീ ടോക്ക് ടു മീ? അവൾ എന്തുകൊണ്ട് എന്നോട് മിണ്ടുന്നില്ല? ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതെല്ലാവരും പഠിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കുക. അമ്പിളിയും അതുപോലെ തന്നെ ജാനകി മേഡം മാത്രമാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, പഠിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്, അത് മനസ്സിലായി. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നൊരു കാര്യം, നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഇടയ്ക്ക് ഓരോരുത്തർ ലെഫ്റ്റ് ചെയ്യുന്നുണ്ട്. 40 പേര് ഉണ്ടായിരുന്നു, 37 ഒക്കെ ആയിട്ടുണ്ട്. ഒരു അപേക്ഷ എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ലെഫ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇന്നതുകൊണ്ടാണ് ഗ്രൂപ്പിൽ നിന്ന് പോകുന്നത് എന്ന് പറയുക. പിന്നെ പലരും പറയുന്നത് സമയം കിട്ടുന്നില്ല എന്നൊക്കെ. ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ ആണ് നമ്മളുടെ ക്ലാസ്. ഈ സമയം പോലും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യവും ചെയ്യാൻ പോകുന്നില്ല എന്നാണ് സത്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 10 മിനിറ്റിൽ കൂടുതൽ നിങ്ങളുടെ സ്ക്രീൻ ടൈം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ മണിക്കൂറോളം ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ 10 മിനിറ്റിൽ പോലും നിങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ അതല്ല കൃത്യമായ അർത്ഥം. 10 മിനിറ്റ് പോലും നിങ്ങൾ സൗകര്യപ്പെടുന്നില്ല എന്നാണ്. അപ്പം നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്, നിങ്ങളുടെ താല്പര്യങ്ങളാണ്. അത് നിങ്ങൾ പ്രൊഡക്റ്റീവായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഈദ് മുബാറക്. നന്ദി, നമസ്കാരം. താങ്ക് യു.